ഒരു സ്മോൾ വേല. എങ്ങനെയുണ്ട്? ഫാന്റാസ്റ്റിക്. ഇതിനെയാണ് ഗർഭചതി എന്ന് പറയുന്നത്. അമ്മയുടെ തലയുടെ ഫോട്ടോ എടുത്തിട്ടേ ഞാൻ ഫ്രെയിം ചെയ്ത് മുറിയിൽ വെക്കാൻ പോവാ. അതെന്തിനാടാ? ദിവസം 3 നേരം പൂജിക്കാൻ. മൂടിഞ്ഞ തലയല്ലേ. നീ സൂര്യമംഗലത്തെ മരുമകനല്ലേ? മഹാദേവവർമ്മ സാറിന്റെ ഏക മകളെ കട്ടോണ്ടുപോയെന്നൊരു ചീത്തപ്പേരുണ്ട്. കട്ടോണ്ടുപോവാൻ കശുവണ്ടിയോ കപ്പയോ കാശിലോ മറ്റോ ആണോ ഈ ഏക മകൾ? പെണ്ണാണിനെ വളച്ചോണ്ട് പോയാലും ദുഷ്പേര് വരുന്നത് ആണുങ്ങളുടെ മണ്ടയ്ക്കാ. ദേ അവളെ അവൻ കട്ടോണ്ട് പോയിന്ന്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിനക്ക് ഒരു ചീത്തപ്പേര് വരാതെ കാര്യങ്ങൾ ഗംഭീരമായിട്ട് നടക്കണം. ആചാരാനുഷ്ഠാനങ്ങളോടെ പെണ്ണിനെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നില് അണിയിച്ചൊരുക്കി ഇരുത്തണം. ആടെ ആഭരണങ്ങളൊക്കെ കൊടുത്ത് ആദരിക്കണം. ഞാനൊരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാ. സംസ്ഥാന പ്രസിഡന്റാ, മുൻ മിനിസ്റ്ററുമാണ്. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരും അനുയായികളും എന്നെ അധിക്ഷേപിക്കില്ലേ? ചാനലായ ചാനലുകളും ഓൺലൈൻ മീഡിയകളും എന്നെ എടുത്ത് പൊങ്കാലിടില്ലേ ചേച്ചി? ഇവരെന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം എടുക്കുന്ന? ഇതിലെന്തോ ചതിയുണ്ടല്ലോ. എനിക്ക് പ്രഗ്നൻസി ഇല്ലെന്ന സത്യം അച്ഛനോടൊന്ന് തുറന്നു പറയണല്ലോ. അത് ഇവര് നിൽക്കുമ്പോ ദൈവമേ, ഇവള് ആ കാര്യം ഇവനോട് തുറന്നു പറയാനാണോ വന്നത്? എങ്കിൽ എന്റെ പ്ലാൻ എല്ലാം പൊട്ടി. അച്ഛാ, മോളെ, നിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ആലോചന എവിടെ നടക്കുന്നേ? ഞങ്ങളൊന്ന് പറഞ്ഞു കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രതാപ, നമുക്ക് അധികം ആളുകളെ ഒന്നും വിളിക്കണ്ട. വളരെ കുറച്ചു പേര് മതി. അതും നമുക്ക് വേണ്ടപ്പെട്ടവര് മാത്രം. അച്ഛാ, അത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? മുതിർന്നവർ വർത്താനം പറയുമ്പോ ഇടയ്ക്ക് കയറിട് നിന്ന സാമാന്യ മര്യാദ പോലും നിനക്കില്ലേ? നിനക്കറിയില്ലേ ഇതൊന്നും? ചേച്ചി പറയും. നമ്മളൊക്കെ പുരോഗമനക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രതാപ. സൂര്യമംഗലംകാര് ഏറെ പേരും യാഥാസ്ഥിതികരാ, പഴയ ആളുകളാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നമുക്ക് പരമാവധി ചുരുക്കാം. പക്ഷേ സൂര്യമംഗലം കോവിലകത്ത് 1000 പേർക്കെങ്കിലും സദ്യ കൊടുത്തേ പറ്റൂ. അവിടുത്തെ ഒരു രാജകുമാരിയുടെ സന്താനഭാഗ്യ വരാൻ പോകുന്നേ. എല്ലാവർക്കും വസ്ത്രം കൊടുക്കണം, ഓരോ പവനും കൊടുക്കണം. അതൊക്കെ സൂര്യമംഗലത്തെ അമ്മ കൊടുത്തോളൂ. ചേച്ചിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ വളരെ പരിമിതമായിട്ട് മതി. മോനെ, എന്തെല്ലാം വഴക്കുകൾ ഉണ്ടായാലും ഇവളെ വളർത്തിയത് ഞാനല്ലേ. എല്ലാ ആചാരങ്ങളും അതിന്റെ അന്തസ്സിൽ തന്നെ നടത്തണം. അപ്പോ ചേച്ചി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ശരി ചേച്ചി. നീ എവിടെയെങ്കിലും പോയി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ഈ സമയത്തെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ബഹുമാനപ്പെട്ട അംബികവർമ്മ നിന്നേ. എന്താ ദീപക് മോനെ? അവള് ഗർഭിണിയല്ല എന്നുള്ള ന്യൂസ് ഞാൻ വന്ന് അറിയിച്ച ഉടൻ തന്നെ ഒരു മഹാഭാരയ്ക്കുള്ള ഐഡിയ അമ്മയുടെ തലയിൽ എങ്ങനെ ഉദിച്ചു? അതാണ് ദൈവം എനിക്ക് മാത്രം ദാനമായി തന്നിട്ടുള്ള എന്റെ ഈ തലയും തലയ്ക്കകത്ത കൂർമ്മബുദ്ധിയും. അല്ല, എത്ര പെട്ടെന്ന് അമ്മയുടെ തല വർക്ക് ചെയ്യുന്നേ. അല്ല, അതിരിക്കട്ടെ അമ്മേ, എന്താ ഈ വേലയുടെ പിന്നിലെ മഹത്തായ ഉദ്ദേശം? സിമ്പിൾ. എടാ,
അവള് ഗർഭവതിയാണെന്ന് മറ്റുള്ളവരാരും കണ്ടെത്തിയതൊന്നും അല്ലല്ലോ. ഏയ്. ആ, അവള് തന്നെ ഡോക്ടറെ അടുത്ത് പോയി കണ്ടെത്തിക്കൊണ്ട് വന്നതല്ലേ? ആ അതെ. ആ, അപ്പോ അവൾ ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു അവള് തന്നെ പറഞ്ഞു. ആ അച്ഛനും വീട്ടുകാരും കൂടി ഈ സന്തോഷ വാർത്ത നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നു. ഏ രാജകുമാരിയുടെ പള്ളി ഗർഭം ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിക്കുന്നു. ഹ, ആളുകളുടെ ഇടയിൽ ആഘോഷത്തിന്റെ ഇടയിൽ അറിയുന്നു രാജകുമാരിക്ക് തിരുഗർഭം ഇല്ലാന്ന്. അത് വെറും നുണയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന് ആഘോഷം നടത്തിയതിന് അവളെ നാണം കെടുത്തി തൊലിയുരിക്കാനുള്ള ഒരു സ്മോൾ വേല. എങ്ങനെയുണ്ട്? ഫാന്റാസ്റ്റിക്. ഇതിനെയാണ് ഗർഭചതി എന്ന് പറയുന്നത്. അമ്മയുടെ തലയുടെ ഫോട്ടോ എടുത്തിട്ടെ ഞാൻ ഫ്രെയിം ചെയ്ത് മുറിയിൽ വെക്കാൻ പോവാ. അതെന്തിനാടാ? ദിവസം 3 നേരം പൂജിക്കാൻ. ഹോ, മുടിഞ്ഞ തലയല്ലേ. ഹ, അല്ലമ്മേ, ഈ ഋതികയെ തകർക്കുന്ന കാര്യത്തിൽ മാത്രമേ അമ്മയ്ക്ക് ബുദ്ധിയുള്ളൂ? ഋതികയുടെ കാര്യത്തിൽ മാത്രമല്ലടാ, എനിക്കൊരാളെ നശിപ്പിക്കണമെന്ന് തോന്നിയാ പിന്നെ ആ നിമിഷം മുതല് എന്റെ തലയ്ക്കകത്ത് ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ഓഫീസ് സ്റ്റാഫുകളായ കൂർമ്മ ബുദ്ധികൾ വളരെ ജാഗരൂകരായി പണി തുടങ്ങും. പിന്നെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് വരെ ആ ഓഫീസ് മിന്നൽ വേഗത്തിൽ പ്രവർത്തിക്കും. ഹോ, ദൈവമേ, ഞാൻ ആരുടെ മുമ്പിലാ നിൽക്കുന്നേ? ഹോ, എന്റെ അമ്മോ. അല്ല, ഈ കഴിവുകളൊക്കെ അവിടുത്തെ കാലശേഷം മകന് തന്നെ തരുവോ? നോക്കട്ടെ. മരണം വരെ അമ്മയോടുള്ള മകന്റെ പരിചരണം പോലെ ഇരിക്കും. ഓ, എന്തായാലും എന്റെ കുറച്ച് കഴിവുകളൊക്കെ ഇപ്പോഴേ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ അമ്മേ? പകയും പ്രതികാരവും. എന്താടി നീ ഒച്ച അനക്കോന്നും ഉണ്ടാക്കാതെ പമ്മി നിൽക്കുന്നേ? അയ്യോ, ഞാൻ പമ്മി നിന്നൊന്നും അല്ല. ഞങ്ങൾ സംസാരിച്ചെന്തെങ്കിലും നീ കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. ഒന്നുമേ ഒളിച്ചു നിന്ന് കേൾക്കരുത്. അതൊന്നും ശരിയല്ല. അതൊക്കെ വൃത്തികെട്ട പെൺകുട്ടികളുടെ ശീലമാ. അതൊക്കെ വൃത്തികെട്ട പെൺകുട്ടികളുടെ ശീലമാ. കറക്റ്റ്. നീ വാടാ.